വീട്ടിൽ പറ്റും. Hey guys, welcome to D Vlogs. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ വ്ളോഗെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ അശ്വി വരാൻ സമയമായിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്, നോക്കാം. ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോന്നൊക്കെ പ്ലാൻ ചെയ്യും. ഇന്ന് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് തീർക്കണം. ബട്ട് പ്ലാൻ ചെയ്യുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തുണിയൊക്കെ അവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഡ്രോയറിൽ വെച്ചു. അപ്പോഴേക്കും ഉണ്ട് അശ്വി വിളിക്കുന്നു, ഞാൻ എത്താനായിട്ടുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ചായ ഉണ്ടാക്കി വെക്കണേ വരുമ്പോഴേക്കെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വിശന്നാൽ നിങ്ങളല്ലാതാവെന്ന് പറയുന്നത് പോലെയാണ് അശ്വിൻ്റെ കാര്യം. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ വരെ പിടിച്ച് തിന്നു കളയും. അതുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ വന്നിട്ട് എനിക്ക് കേൾക്കും. വന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല കഥയായി. അതുകൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ വേഗം ചായയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ എന്താ കഴിക്കാൻ കൊടുക്കുക നോക്കിയപ്പോൾ ഈ മിക്സ്ചർ ഇരിപ്പുണ്ടായിരുന്നു. പയ്യോളി മിക്സ്ചർ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു നെസ്റ്റൊക്കെ അടിച്ചു. നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഈ പയ്യോളി മിക്സ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിച്ച് നോക്കി. നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും നമുക്കിവിടെ കിട്ടാവുന്നതിൽ വെച്ച് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ചായയൊക്കെ ആയി. അതൊക്കെ നല്ലോണം ഒന്ന് ആറ്റിയൊക്കെ വെച്ചു. എനിക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞി കപ്പിൽ. അത് കഴിഞ്ഞ് പിന്നെ അശ്വി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെറുതായി ഒന്ന് പൊടി തട്ടി എടുക്കും കേട്ടോ. കാരണം ഇല്ലെങ്കിൽ എല്ലാം ഇപ്പം തന്നെ ടച്ച് ഏറെക്കുറെ വിട്ടുപോയി. അപ്പോൾ തീരെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫസ്റ്റ് മുതലേ തുടങ്ങേണ്ടി വരും. അപ്പോഴേക്കും ആളെത്തി കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ വെച്ചത് കാണാതെയുള്ള പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ഒരു പണി വരുമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചായയൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ മോൻ വന്നിട്ട് എനിക്കൊരു സ്ട്രോബെറി തന്നു കേട്ടോ. ഇതിനോട് എനിക്ക് വലിയ പ്രിയമൊന്നുമില്ല, എന്നാലും ഞാൻ കഴിക്കും, കുഴപ്പമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി. അശ്വി പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന്. വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം, ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന്. അങ്ങനെ ഞാൻ റെഡി ആയതാണ്. സമയം കുറേ ആയിട്ടുണ്ട്. വാച്ച് ഞാൻ കെട്ടിയെന്നേ ഉള്ളൂ, നടക്കുന്നില്ല കേട്ടോ. നടക്കുന്നില്ല മീൻസ് ചാർജ് ഇല്ല. എപ്പോഴും എന്നോട് വിട്ടുപോകും ചാർജ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് അച്ഛൻ വീണ്ടും ഒരിക്കലും സ്ട്രോബെറി തന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഞങ്ങളിതാ പോവുകയാണ്. ലുലുവിലേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അങ്ങനെ ലിസ്റ്റൊന്നും ആക്കിയിട്ടൊന്നുമല്ല. നമ്മൾ പോകുന്നു, കാണുന്നു, എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ലുലു എത്തിയിട്ടുണ്ട്. തണുപ്പില്ല എന്ന് പറഞ്ഞ് ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, പുറത്തധികം നിൽക്കുന്നില്ലല്ലോ, നമ്മൾ ഉള്ളിലേക്കാണല്ലോ പോകുന്നത് വിചാരിച്ചിട്ടാണ് ജാക്കറ്റൊന്നും ഇടാതെ ധൈര്യത്തിൽ ഇറങ്ങിയത്. ബട്ട് കുഴപ്പമില്ല കേട്ടോ, വലിയ അങ്ങനെ അൺസഹിക്കബിളായിട്ടൊന്നും തോന്നിയില്ല. കാറ്റടിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമല്ല, ഭയങ്കര തണുപ്പ് ഇങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ മേലോട്ടാണ് പോയത്. എനിക്ക് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും അശ്വിക്ക് ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അശ്വി ഇപ്പോൾ വീണ്ടും ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ബോട്ടിലും പിന്നെ ഗ്ലൗസൊക്കെ ഉണ്ടായിരുന്നത് ഒരെണ്ണമൊക്കെ കാണുന്നുള്ളൂ. വീട്ടിൽ ഒരെണ്ണം മിസ്സിങ് ആയി. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിലെടുത്തു, പിന്നെ ഇതാ ഗ്ലൗസും ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു സെക്ഷനിൽ ഒരു സ്പീക്കർ നോക്കാമെന്നും പറഞ്ഞിട്ട് വന്നു. ജസ്റ്റ് നോക്കാമെന്നും പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ.
എടുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറേയായിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ഒരു സ്പീക്കർ JBL സ്പീക്കർ വാങ്ങണമെന്ന് കുറേയായിട്ട് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഇത് അശി അങ്ങനെ പ്രതീക്ഷിച്ച് വന്നതൊന്നല്ല കേട്ടോ. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ JBL ഒരു സ്പീക്കറും എടുത്ത് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. അശി സ്പീക്കർ വാങ്ങിച്ച വകയിൽ എന്നോട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് തന്നെ എൻ്റെ മേക്കപ്പിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുപോയി ലിപ്സ്റ്റിക്ക് എടുത്തോ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് നോക്കി, പിന്നെ എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല എടുക്കാൻ. കാരണം ഇപ്പോൾ എനിക്ക് അതിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. എനിക്കിഷ്ടപ്പെട്ട 2-3 ഷെയ്ഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ അല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാനും. പിന്നെ ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിനും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീർന്നു ഓൾമോസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ബട്ടർ, ഗീ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ബ്ലാക്ക് റൈസിൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെടുത്തു. പിന്നെ കൂണ് വാങ്ങിച്ചു. കൂൺ എനിക്ക് ഭയങ്കര എന്താ പറയുക, ചോറിന് കൂണുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് എപ്പോഴും പോകുമ്പോൾ കൂണ് ഞാൻ എപ്പോഴും നോക്കും. അത് മറന്നു പോകാതെ എടുത്തു വയ്ക്കും കേട്ടോ. അപ്പോൾ അതും എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ബില്ലാക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഷോപ്പിങ്ങിന് വന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ഒന്നാമത് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നിട്ടാണ്. എന്നാലും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകുന്ന വഴിക്ക് ഞാൻ ഒരു ബാഗ് കണ്ടു. ഒന്നല്ല, കുറേ ബാഗ് കണ്ടു. ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് ബാഗ് എടുത്താലോ എന്ന്. എടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് എടുത്തേക്കാൻ വിചാരിച്ച് ഞാനൊരു ബാഗും വാങ്ങിച്ചു കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് ഡിക്കിയിൽ കയറ്റി. ഹലോ ഗൈസ്, എൻ്റെ JBL ചാർജ് 5 അൺബോക്സിങ്. എനിക്കും ഉണ്ട് അൺബോക്സിങ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ സാധനം. അറിയൂ, ബാഗ് ഞാൻ ചുമ്മാ നടന്നു വരുമ്പോ അവിടെ കണ്ട് വെറുതെ പറഞ്ഞു. ഒന്നും കൂടി ഇതാ എൻ്റെ JBL ചാർജ് 5. ഇതാ എൻ്റെ ബാഗ്. എൻ്റെ ബാഗായിരിക്കും കാണണം. ഇത് പർപ്പിൾ അല്ലേ? ഇത് ലാവൻഡറോ? ഇത് ലാവൻഡറാ. ഇതാ നോക്കൂ, എൻ്റെ JBL ചാർജ് 5. ആവശ്യമുണ്ടായിരുന്നു. ബാഗ് അങ്ങനെയുണ്ട് ഗൈസ്. 4 സിബുണ്ട്. 1 2 3 4. 2 സബ്ബൊക്കെ ഉണ്ട് മോളെ. നിങ്ങൾക്ക് വീട്ടിൽ പറ്റുന്നത്. യെസ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അശിക്ക് സ്പീക്കറും കിട്ടി, എനിക്കൊരു ബാഗും കിട്ടി. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ MRIയിലേക്ക് വിട്ടു. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ പാർക്കിങ്ങും കിട്ടി. പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഓർഡർ ചെയ്യാന്ന്. അവസാനം ഒരു ഫിഷ് ഗ്രില്ലും പിന്നെ നൈസ് പത്തിരിയും ആണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഈ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസിനോട് അശിക്കും ഇപ്പം വലിയ താല്പര്യമില്ല, എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ നൈസ് പത്തിരിയും ഫിഷ് ഗ്രില്ലും ഓർഡർ ചെയ്തു. അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് ഞാൻ ട്രൈ ചെയ്യണം. ഇവിടെ നിന്ന് എനിക്കൊന്ന് ഫിഷ് ഗ്രില്ല് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ പത്തിരിയും ഫിഷ് ഗ്രില്ലും ഒക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 മൊയ്ത്തോ പറഞ്ഞു. ഇത് മാംഗോൻ്റെ ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അശീൻ്റെ അടുത്ത് കുറച്ച് സാധാരണ കുടിക്കാറാണ്. എനിക്കിതൊന്നും കംപ്ലീറ്റ് പെട്ടെന്ന് കുടിച്ച് തീർക്കാൻ പറ്റില്ല. പക്ഷേ അശി 2 തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അത് കുടിച്ച് തീർത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് ഓടിക്കയറുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങളൊരു കുട്ടി ഷോപ്പിംഗ് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.